പവർ ഗ്രൂപ്പിലെ ഒരാൾ ദിലീപ് പേര് വെളിപ്പെടുത്തിയ ബൈജു കൊട്ടാരക്കരയ്ക്കെതിരെ കേസ് കൊടുക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ കാത്തിരിക്കുന്നത് വലിയ ട്വിസ്റ്റ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചാനലുകളിൽ കൊഴുക്കുമ്പോൾ തുറന്നു പറച്ചിലുകളുമായി ചിലരെങ്കിലും സധൈര്യം രംഗത്ത് വരുന്നുണ്ട്. റിപ്പോർട്ടിൽ സൂചിപ്പിച്ച സിനിമയിലെ പവർ ഗ്രൂപ്പിനെ വെല്ലുവിളിക്കാൻ തയ്യാറായത് സംവിധായകൻ ബൈജു കൊട്ടാരക്കരയാണ്. പണ്ട് തിലകച്ചേട്ടൻ പറഞ്ഞതുപോലുള്ള മാഫിയ സംഘം മലയാള സിനിമയിലുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണെന്ന് ബൈജു കൊട്ടാരക്കര ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു. ഹേമ കമ്മിറ്റി പുറത്തുവിടണമെന്ന് പറഞ്ഞ് ശബ്ദമുയർത്തിയ പലരും ഇപ്പോൾ നിലപാട് മാറ്റിയതിന് പിറകിൽ ആ 15 അംഗ മാഫിയ സംഘത്തിന്റെ ഇടപെടൽ കാരണമാണ്. തിലകൻ ചേട്ടനെ വിലക്കുന്നതിൽ മുന്നിൽ നിന്നത് ബി ഉണ്ണികൃഷ്ണനാണല്ലോ. മാക്ട ഫെഡറേഷൻ പിളർത്തിയതിനെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആരാണ് പിളർത്തിയത്? തുളസിദാസ് വിഷയത്തിൽ ദിലീപാണ് അത് ചെയ്തതെന്ന് വളരെ വ്യക്തമല്ലേ എന്നും ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നു. ഇതൊക്കെ പച്ചയായ വർത്തമാനങ്ങളല്ലേ? ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു പേര് ദിലീപാണെന്ന് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ചാനലുകൾ അദ്ദേഹത്തിന്റെ പടം ഉൾപ്പെടെ വെച്ച് പുറത്തുവിടുന്നു. മലയാളത്തിലെ ചാനലുകൾ എന്തുകൊണ്ടാണ് ഇത് മറച്ചുവെക്കുന്നത്? പല കാര്യങ്ങളും മറച്ചുവെക്കുന്നുണ്ട്. ബൈജു കൊട്ടാരക്കര ചർച്ചയിൽ പറയുന്നു. തിലകനും വിനയനും പാർവതി തിരുവോത്തും ഞാനുമൊക്കെ ഈ ചൂഷകന്മാരുടെ ഇരകളാണ്. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നതും ഇതേ റിപ്പോർട്ടിലാണ്. ക്രിമിനലുകളായ ഡ്രൈവർമാർ സിനിമാ ലൊക്കേഷനിലുണ്ടെന്നും പറയുന്നു. കൂടെ കിടന്നില്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഇല്ലെന്നാണ്. സിനിമാ വ്യവസായത്തെ മൊത്തമായി നശിപ്പിക്കുന്നത് വെളിയിൽ നിന്നും ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ആളുകളാണോ അതോ അതിനകത്ത് തന്നെയുള്ള പുഴുക്കുത്തുകളാണോ എന്ന് ആദ്യം ആലോചിക്കണം. 4.5 വർഷമായി റിപ്പോർട്ട് പുറത്തുവിടാത്തതിനുള്ള ക്യാപ്സ്യൂളുകളും ന്യായീകരണങ്ങളും ഒരുപാട് വരുന്നുണ്ടെന്നും ബൈജു കൊട്ടാരക്കര കൂട്ടിച്ചേർക്കുന്നു. സിനിമാ മേഖലയിലെ അനീതികൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുമാരെ വിതരണം ചെയ്യുന്ന ഏജന്റുമാർ മുതൽ സംവിധായകർ വരെ ചൂഷണം ചെയ്യുന്നു. മലയാള സിനിമയിൽ ഒരു 15 അംഗ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തുടങ്ങിയ ശ്രദ്ധേയ പരാമർശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. അതേസമയം വ്യക്തികളുടെ പേര് പരാമർശിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിലെ ഒരംഗം ദിലീപാണെന്ന് ബൈജു കൊട്ടാരക്കര അവകാശപ്പെടുന്നത്. റിപ്പോർട്ടിൽ ദിലീപിന്റെ പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഔദ്യോഗികമായി അത് പുറത്തു വന്നിട്ടില്ല. അതിനാൽ തന്നെ ബൈജു കൊട്ടാരക്കര നിയമപരമായി നടപടികൾ നേരിടേണ്ടി വന്നേക്കാമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ബൈജു കൊട്ടാരക്കരയ്ക്കെതിരെ ദിലീപ് കേസിന് പോയാൽ പവർ ഗ്രൂപ്പിലെ അംഗങ്ങൾ വെട്ടിലാകും. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രഹസ്യമാക്കി വെച്ചിട്ടുള്ള 15 അംഗങ്ങളുടെ പേര് പുറത്തുവിടാൻ ബൈജു കൊട്ടാരക്കരയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. അങ്ങനെ വരുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും കാതലായ ഭാഗങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുന്നിലെത്തും. ഇത് തടയാൻ ഏതു വിധേനയും സിനിമാ സംഘടനകളും 15 അംഗ പവർ ഗ്രൂപ്പും ശ്രമിക്കുമെന്നത് വ്യക്തം. മോഹൻലാൽ ഉരുൾപൊട്ടൽ മേഖലയിൽ സൈനിക യൂണിഫോം ധരിച്ച് പോയതിനെ വിമർശിച്ച യൂട്യൂബർക്കെതിരെ കേസെടുപ്പിച്ച് ജയിലിലടച്ച താരസംഘടനയ്ക്ക് ഇപ്പോൾ എന്തു പറ്റിയെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. സിനിമാ മേഖലയിലെ പ്രമുഖ നടന്മാരെ വരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഈ നിമിഷം വരെ താരസംഘടന പ്രതികരിച്ചിട്ടില്ല. സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാലും ജനറൽ സെക്രട്ടറി സിദ്ദിഖും താരഷോയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് തന്നെയുണ്ടെങ്കിലും വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല. ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണെന്നും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ റിപ്പോർട്ട് പഠിച്ചിട്ട് പ്രതികരിക്കാമെന്നുമാണ് സിദ്ദിഖ് പറഞ്ഞത്. സംഘടനയുടെ ജനറൽ സെക്രട്ടറി തന്നെ സൂചിപ്പിക്കുന്നത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നേരിട്ട് ബാധിക്കുന്നവർ താരസംഘടനയിലെയും സിനിമയിലെയും പ്രമുഖർ തന്നെയാണെന്ന സൂചന തന്നെയല്ലേ സിദ്ദിഖ് നൽകിയിരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു. സിനിമാ മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾക്കും ക്ഷേമത്തിനുമായി നിലകൊള്ളേണ്ട അമ്മ സംഘടന ഇത്രയും ഗൗരവമേറിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചെറിയൊരു ഭാഗം പുറത്തു വന്നപ്പോഴേക്കും പൂർണ്ണമായും ഉൾവലിഞ്ഞിരിക്കുന്നു. അവർക്ക് താരഷോയിലാണ് ശ്രദ്ധ എത്രയും എന്ന വിമർശനമാണ് ഉയരുന്നത്.